എല്ലാവർക്കും അറിയാലോ, ഏഷ്യാനെറ്റില് TPR റേറ്റിംഗിൽ നമ്പർ 1 ആയിട്ടുള്ള പത്തരമാറ്റ സീരിയല്. ആ പത്തരമാറ്റ സീരിയലിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ഉണ്ണി പേരൂർക്കട ഉണ്ണിച്ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സീരിയലിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അതിന് മുന്നിലില്ലെങ്കിലും പിന്നിൽ നിന്ന് അത് മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ആളുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണല്ലേ. എങ്ങനെയുണ്ട് പത്തരമാറ്റ സീരിയല്? അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഒറ്റ വാക്കിൽ തീർത്തു. ഇവരെ മേക്കുന്ന കാര്യം ഒരു വല്ലാത്ത കഷ്ടമാണ്. അയ്യോ, അങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും. അത് നമ്മൾ കാണുന്ന സമയത്ത് എല്ലാവരും സീരിയൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ റീൽസ് ആണ്, ഭയങ്കര റീൽസ് ആണ് ഇവിടുന്ന് സീരിയലിന്റെ. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും റീൽസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ റീൽസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ റീൽസിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. റീൽസ് തന്നെയാണ് നമ്മളെ സീരിയലിന്റെ ഏറ്റവും കൂടുതലും റേറ്റിംഗ്. ഇവിടെ ഡെയിലി ആൾക്കാർ കണ്ടോണ്ടിരിക്കുകയാണ്. ഡെയിലി എന്ന് പറയുമ്പോൾ നമുക്ക് അരമണിക്കൂറുള്ള എപ്പിസോഡായിരിക്കും കാണുന്നത്. പക്ഷെ റീൽസ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് കണ്ടോണ്ടിരിക്കുക. ഓരോരുത്തരുടെ പ്രൊഫൈലിലും വേറെ വേറെ റീൽസ് കണ്ടു. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസും ഉണ്ട് നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിനും. അവരുടെ ക്യാരക്ടറും അതുപോലെ നമുക്ക് മനസ്സിലാവും ഈ റീൽസ് ഒക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്ന പഴയകാല നടന്മാരെ പോലെ അല്ല ഇപ്പോഴത്തെ ആളുകൾ. ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. അപ്പൊ അവരെ കൺട്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു പ്രോസസ് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല നല്ല സഹകരണമല്ലേ. അങ്ങനെ നമുക്ക് അങ്ങനെ ആരെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ വരച്ച വരയിൽ നിൽക്കുന്നുണ്ടോ അവര്? അങ്ങനെയൊന്നും നമ്മളങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പരസ്പരം ഒരു ധാരണയിൽ പോകുന്നതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്നുണ്ട്. നമ്മള് സീരിയലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് പരിചിതമായിട്ടുള്ള മുഖങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരുപാട് ന്യൂ ഫേസ് ഒക്കെ വരുന്നുണ്ട് സീരിയലിന്. നമുക്കറിയാം പണ്ട് തൊട്ടേ വർഷങ്ങളായിട്ടുള്ള പരിചയമുള്ള മുഖങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. വലിയ ഫാമിലിയാണ്, അതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ടെത്തി നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുത്തതിന്റെ പിന്നിലുള്ള ആള് ചേട്ടനാണല്ലോ. എല്ലാരും ചേർന്ന് പ്രേക്ഷകർക്കായിട്ട് സമ്മാനിച്ചതാണ്. അത് പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു അല്ലേ? എങ്ങനെ കണ്ടെടുത്തു നമ്മുടെ ഓഡിഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓഡിഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സീരിയൽ തുടങ്ങുന്നതിന് എന്തായാലും ഒരു 3 മാസം 4 മാസത്തിന് മുന്നേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഉണ്ടാവുമല്ലോ തുടങ്ങുന്നത്. അങ്ങനെ പല ആൾക്കാരെ അറിയിച്ചു, ഓഡിഷൻ നടത്തി, അതിൽ പുതുമുഖങ്ങൾ നമ്മൾ കണ്ടെത്തി നമുക്ക് പറ്റിയ ആളുകളെ ആ ക്യാരക്ടറിന് വേണ്ട ആൾക്കാർ തന്നെയാണ് എടുത്തത്. ഇത് സീരിയൽ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയൊരു പ്രോസസ് ആണല്ലേ. കുറെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു മാസത്തില് പകുതിയിലേറെ ദിവസം നമ്മൾ 15 ദിവസം ഷൂട്ട് ഉണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഇത്ര ദിവസം എന്നുള്ള ഒരു ദിവസം വെച്ചിരിക്കും. അല്ലെങ്കിൽ 60 ദിവസം അല്ലെങ്കിൽ 30 ദിവസം 40 ദിവസം കൊണ്ട് തീരുന്നത്. സീരിയൽ അങ്ങനെയല്ല, വർഷങ്ങളോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. ഇപ്പൊ തന്നെ 2 വർഷമായി. ചേട്ടന് തോന്നുന്നുണ്ടോ 2 വർഷം നീണ്ട 2 വർഷം കഴിഞ്ഞു എന്നുള്ള ഒരു ഫീൽ ഉണ്ടോ? ഒന്നുമില്ല, ഇന്ന് ഈ ഇടയ്ക്ക് തുടങ്ങിയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും. അതിന് മാറ്റമൊന്നുമില്ല. നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നോണ്ടായിരിക്കും ഒരു പക്ഷെ അറിയാം സമയം പോകുന്ന അറിയാം. വീട്ടിൽ ഞാൻ എന്റെ ഭാര്യ എന്റെ മക്കളോട്ടും സഹകരിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് ഇവിടെ നമ്മുടെ ലൊക്കേഷനില്ല. ഭാര്യ മക്കളെ കേൾക്കണ്ട, അവർക്കറിയാം. നമ്മൾ രാവിലെ വരുന്നു, അത് കഴിഞ്ഞാൽ രാത്രിയിലാകുമ്പോഴത്തേക്കും 10 മണി കഴിയുമ്പോൾ ഷൂട്ട് കഴിയുന്നു, വീട്ടിൽ പോകുന്നു. അവർ ആ ജസ്റ്റ് ഒന്ന് കാണുന്ന ടൈം മാത്രമേ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നവരോട്. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്നത് അവരും ഇത് കണക്ക് തന്നെയാണ്. ആർട്ടിസ്റ്റുകളായാലും ബാക്കി ടെക്നീഷ്യന്മാരും അവരും ഇതുപോലെ നമ്മുടെ ലൊക്കേഷനകത്താണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ണിച്ചേട്ടന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടില് വൈഫുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്. മക്കൾ എന്തൊക്കെ ചെയ്യാ? മോള് ഡിഗ്രി പഠിക്കുന്നു, മൂത്ത മകള്, രണ്ടാമത്തെ മകള് +2 പഠിക്കുന്നു. അവർക്ക് ഇങ്ങനെ ആക്ടിങ് ഒരു താല്പര്യമില്ല, രണ്ടുപേർക്കും ഒരു താല്പര്യമില്ല. അമ്മയും വൈഫും മക്കളൊക്കെ സീരിയൽ കാണാറുണ്ടോ? കൃത്യമായിട്ട് പറയും. എന്ത് പോരായ്മ ഉണ്ടെങ്കിലും നല്ലതാണെങ്കിലും പറയും. അത് ഇളയ മകളെ തന്നെ ഏറ്റവും കൂടുതലും വിമർശനം അവളാണ്. ആരെന്ത് ചെയ്താലും ടെൻഷനായിരിക്കില്ലേ, ഇന്ന് അവൾ എന്ത് പറയുന്നുള്ള ടെൻഷനൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് ചോദിക്കും, എന്നെ വിളിച്ച് പറയുമല്ലേ. എന്തായാലും പറഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പൊ മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും നമ്മള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് വലിയൊരു പില്ലറാണല്ലേ. നമുക്ക് നമ്മള് മുൻനിരയിൽ കാണുന്നത് ഉണ്ടാവില്ലായിരിക്കാം, എങ്കിൽ കൂടെ നമ്മള് ഞാനും എന്റെ കസിൻ ബ്രദറാണ് ജോസ്. നമ്മളെല്ലാം ജോസ് പേരുടെ കൂടെ, ജോയി പേരുടെ കൂടെ, ഉണ്ണി പേരുടെ കൂടെ ടീമാണ്. അപ്പോൾ ജോസാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ മെയിനായിട്ടുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞാൽ ജോസാണ് നമ്മുടെ പത്രമാൻ്റെ. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ഏഷ്യാനെറ്റാണ് നമ്മളെ വളർത്തി ഇവിടെ ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ വർക്ക് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ വേറൊരു ചാനലിൽ പോയി ചെയ്യേണ്ട ഒരു ഗതികൾ വന്നിട്ടില്ല. ഏഷ്യാനെറ്റിലെ പ്രോജക്റ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വർഷമായിട്ടുണ്ടാവും ഉണ്ണിച്ചേട്ടൻ ഈ പരിപാടി തുടങ്ങിയിട്ട്? ഈ ഫീൽഡിൽ വന്നിട്ട് ഒരു 26 വർഷമാവും. നീണ്ട 26 വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പല പല സീരിയലിന്റെ ഭാഗമായിട്ട് ഒരുപാട് സീരിയൽ സിനിമ.
അങ്ങനെ ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയില്ല. എങ്കിലും 26 വർഷം നീണ്ട കാലയളവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? അതിൽ ഞാൻ സീരിയലിൽ ഫസ്റ്റ് ചെയ്തത് ആലിപ്പഴം എന്ന് പറയുന്ന സീരിയൽ. ആലിപ്പഴം സൂര്യ ഒരുപാട് ഹിറ്റായിരുന്നു. ഒരുപാട് ആ സീരിയൽ തന്നെയാണ് എനിക്ക് ഇപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടത്. ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവും. ആ സ്നേഹം അവിടെ ഉണ്ട്. പത്രമാറ്റുകാരാണ്, പക്ഷെ ഇവിടെ ചുറ്റും അതൊക്കെ ഉണ്ട്. അല്ല, ഓരോ വർഷം നമ്മൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ എൻ്റെ കഴിഞ്ഞ പ്രോജക്റ്റ് എന്ന് പറയുന്നത് തൂവൽ സ്പർശം എന്ന് ചെയ്തില്ല. പക്ഷെ അത് പെട്ടെന്ന് നിന്നുപോയി. കൊറോണ ടൈമൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് നിർത്തിയത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോജക്റ്റ് ഇതായിരുന്നു. നമുക്ക് അതങ്ങനെയാണല്ലോ, ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അങ്ങനെ പോകും. പക്ഷെ എനിക്ക് ഫസ്റ്റ് സീരിയൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇഷ്ടപ്പെട്ട സീരിയലിന്റെ കാര്യമൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തെത്തുമ്പോഴുള്ള ഉണ്ണിച്ചേട്ടന്റെ അവസ്ഥ എന്താവും ആലോചിച്ചിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. എന്തായാലും ഉണ്ണിച്ചേട്ടൻ ഇങ്ങനെ നമ്മുടെ 26 വർഷമായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുകയാണ്. ഇനി മുൻനിരയിലേക്ക് അല്ലെങ്കിൽ ഫേസ് കാണിക്കണം എന്നൊന്നും തോന്നിയിട്ടില്ല ഇതിനിടയ്ക്കൊന്നും? ഞാൻ ഫസ്റ്റ് വരുന്ന അഭിനയിക്കാൻ വേണ്ടി, പക്ഷെ അത് നടന്നിട്ടില്ല. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മതിയാക്കി. എന്നെ കൊണ്ട് പറ്റില്ല, അഭിനയം നമുക്ക് പറ്റില്ല, നടക്കില്ല, നമ്മുടെ ഫേസൊന്നും വരില്ല എന്നുള്ള കണ്ടിട്ട്. പക്ഷെ എനിക്കിങ്ങനെ ഉണ്ണിച്ചേട്ടനോട് സംസാരിക്കുന്ന സമയത്ത് ഓർമ്മ വരുന്നത് ജോണി ആന്റണി തന്നെയാണ്. എനിക്കെന്തോ അങ്ങനെ എക്സ്പ്രഷൻ ആണോ സംസാരത്തിന്റെ ഒരു ശബ്ദമാണോ എന്തോ എനിക്കങ്ങനെ ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. ഞാൻ കുറച്ച് വന്നപ്പോ തൊട്ട് ആലോചിക്കായിരുന്നു ആരാണെന്ന്. ഇപ്പൊ പിടികിട്ടി, ജോണി ആന്റണിയാണ്. ആള് ഡയറക്ഷനും ആക്ടിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളല്ല. ഉണ്ണിച്ചേട്ടനും ആക്ടിങ്ങിലേക്ക് വരാം, കുഴപ്പമില്ല. പക്ഷെ ഓൾറെഡി ആക്ടിങ് ഉണ്ട്, എവിടെയോ തുടങ്ങി വെച്ചതായിട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഏതെങ്കിലും ചില ആർട്ടിസ്റ്റുകൾ ഈ സീരിയൽ എഴുതി വരുമ്പോഴായിരിക്കും വരുന്നത്. ഇന്നൊരു സംഭവം വേണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതങ്ങനെ ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഒരാളെ ആവശ്യം വന്ന ആളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തന്നെ കയറി അഭിനയിക്കുക, അങ്ങനെയാണോ? ഷൂട്ട് മുടങ്ങരുതല്ലോ, അതാണല്ലോ മെയിൻ. ആ സമയത്ത് നമുക്ക് അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്നൊന്നുമില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും അത് ആ ഒരു സർവൈവ് ചെയ്യാൻ വേണ്ടിട്ട് കയറി അഭിനയിക്കും. ആ ഒരു സിറ്റുവേഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും അല്ലേ? അതാണ് പുതിയ എന്തെങ്കിലും ഇപ്പോ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള രീതിയിലല്ലാതെ മറ്റ് എന്തെങ്കിലും? ഞാൻ മുമ്പൊരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ വലിയ ഹിറ്റൊന്നും ആയില്ല, ഇവേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ 1-2 പരസ്യമൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് കുറേ വർഷങ്ങളായി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ല വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഡയറക്ഷനിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹങ്ങളുണ്ട്, നടക്കണം. ഇനി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം. നമുക്ക് ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് അറിവും ബാക്കിയുള്ള എല്ലാം നോക്കുമ്പോൾ പ്രൊഡക്ഷൻ സൈഡാണ്. പക്ഷേ ഡയറക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. അങ്ങനെ കുറേ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ചെയ്യാമല്ലോ, നോക്കാം. കിടക്കയില്ലേ? അപ്പൊ ഇനി നമുക്ക് ഇൻ ഫ്യൂച്ചർ അങ്ങനെ പല ഫേസിലും ഉണ്ണിച്ചേട്ടനെ കാണാനായിട്ട് പറ്റും അല്ലേ? ഇപ്പൊ നമ്മള് പാവറട്ടിയിൽ എത്തിയിരിക്കുകയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ് പണ്ട് തൊട്ട് സെറ്റിൽ, വീട് അവിടെ തന്നെയാണ്. ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, സ്ലാങ് കേട്ട് അറിഞ്ഞൂടെന്ന്. അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ തൃശ്ശൂർ പാവറട്ടി വന്നിരിക്കുകയാണ്. ഇവിടെ പുത്തൂര് ഡേ കെയർ ആൻഡ് പ്ലേ സ്കൂളിന്റെ 22nd ആനിവേഴ്സറി സെലിബ്രേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ സീരിയലിലെ ജാനകി ക്യാരക്ടർ ചെയ്യുന്ന വിവിധ ചേച്ചിയുടെയും ടിറ്റോ ചേട്ടന്റെയും പ്ലേ സ്കൂളിന്റെ ആനിവേഴ്സറി ആണ്. എന്താണ് വിമിത ചേച്ചിയുടെ ക്യാരക്ടർ ജാനകിനെ പറ്റി പറയാനുള്ളത്? ജാനകിയെ പറ്റി പറയാന്ന് പറഞ്ഞാൽ പണ്ട് അല്ല നമ്മൾ ഇതിനകത്ത് വരുന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്ന സമയത്ത് ഞാൻ ഈ ക്യാരക്ടറിൻ്റെ കൈ നിൽക്കുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഞെട്ടിച്ചളഞ്ഞു, ഗംഭീരമായിട്ട് ചെയ്ത്. അത് തമാശ പറഞ്ഞാൽ അല്ലാതെ എൻ്റെ മനസ്സിൽ നിന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അടിപൊളി. ഇപ്പോൾ നമ്മളോട് നല്ല കമ്പനിയാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് ഇവിടെ വരണമെന്ന് പറഞ്ഞിരുന്നു, അന്ന് എനിക്ക് വരാൻ സാധിച്ചില്ല. പ്രാവശ്യം വരാൻ സാധിച്ചു, വളരെ നന്ദി. ഇപ്പൊ ടിറ്റോ ചേട്ടനെ കുറിച്ചാണ്. ടിറ്റോ ചേട്ടൻ സീരിയലിൽ വരുന്നില്ല, പക്ഷേ എങ്കിൽ കൂടെ നിങ്ങളുടെ ഒരു കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ ടിറ്റോ ചേട്ടൻ നമ്മളൊരു അനിയന്മാർ ചേട്ടന്മാരെന്നുള്ള ലെവലിനെക്കാട്ടിൽ ചിലപ്പോൾ ഏറ്റവും നല്ലൊരു ഫ്രണ്ട്സാണ്. നമുക്ക് എന്തുകൊണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ട് സംസാരിക്കാൻ പറ്റും, അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അപ്പൊ എന്തായാലും ഉണ്ണിച്ചേട്ടാ, ഇനി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഉണ്ണിച്ചേട്ടന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന രീതിയിലുള്ള വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കൂടാതെ മെയിൻ ആ ഒരു സ്ക്രീനിലും കൂടെ ഉണ്ണിച്ചേട്ടൻ ഇനിയും വളരെ കൂടുതലായിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജോണി ആന്റണിയുടെ ഒരു ടൈപ്പൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, എന്നെ പോലെ തോന്നുന്ന ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അത്തരം റോൾസിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് ഇനി മറ്റ് മേഖലകളിലും മറ്റ് ഇപ്പൊ ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ പ്രൊഡക്ഷൻ ആണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം രീതിയിലൊക്കെ ഇനി നമുക്ക് വീണ്ടും കാണാം. ആക്ടറൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇന്റർവ്യൂവിൽ കാണാം. All the best. Green Life Art Hub between Kottapuram Shiva Temple and Vaididi Bhavan, Thrissur. Call 8129715520.